ലോകത്തെ കിടിലം കൊള്ളിച്ച നോക്കൗട്ടുകൾ. അവ വിശദമായി പഠിച്ചാൽ ഒരു സാധാരണ പഞ്ച് എങ്ങനെ ഒരു കില്ലർ വെപ്പൺ ആകുമെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഗ്രേറ്റായ ബോക്സിംഗ് ഇതിഹാസങ്ങളുടെ ഏറ്റവും മികച്ച നിമിഷങ്ങളാണ്. അവരുടെ തന്ത്രങ്ങൾ, അവർ ഉപയോഗിച്ച സെറ്റപ്പുകൾ, കോമ്പിനേഷനുകൾ എല്ലാം ഒരു പ്രൊഫഷണൽ നോക്കൗട്ടിൽ നിന്നും നിങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങൾ പുറത്തു കൊണ്ടുവരും. നിങ്ങളൊരു ബോക്സിംഗ് പ്രേമിയാണോ, ഒരു ഫൈറ്ററാണോ എങ്കിൽ വിജയത്തിലേക്കുള്ള രഹസ്യങ്ങൾ പഠിക്കാൻ തയ്യാറാകും. കാണുക, നിങ്ങളുടെ ഗെയിം മെച്ചപ്പെടുത്തുക. നമുക്ക് തുടങ്ങാം. ഹായ്, നമസ്കാരം. നിങ്ങളുടെ പ്രൊഫഷണൽ ബോക്സിംഗ് കോച്ച് രാകേഷ് വിദ്യാധരനാണ് ഞാൻ. എൻ്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. പ്രൊഫഷണൽ ബോക്സിങ്ങിനെ പറ്റി കൂടുതൽ അവബോധം ഉണ്ടാക്കുക, കൂടുതൽ മികച്ച പ്രതിഭകളെ ഈ റിങ്ങിലേക്ക് എത്തിക്കുക. പ്രൊഫഷണൽ ഫൈറ്ററാകാൻ നിങ്ങൾ പഠിക്കേണ്ടതെല്ലാം ഈ വിശകലനത്തിലുണ്ട്. എങ്കിൽ നമുക്ക് തുടങ്ങാം. കാണുക, പഠിക്കുക, നിങ്ങളുടെ ഗെയിം മെച്ചപ്പെടുത്തുക. ടൈസന്റെ പ്രഹരശേഷിക്ക് പിന്നിലെ രഹസ്യം എന്തായിരുന്നു? കൃത്യമായ സെറ്റപ്പുകൾ. മാർവിസ് ഫ്രേസിയറിനെ ടൈസൺ അതിശക്തമായി ആക്രമിച്ചു തുടങ്ങുന്നു. ശക്തമായ വലത് കൈപ്പഞ്ചിന് ശേഷം ഒരു കൃത്യമായ അപ്പർ കട്ട് ഫ്രേസിയറുടെ തലയിൽ പതിക്കുന്നു. ഇതോടെ അദ്ദേഹത്തിന് ബാലൻസ് നഷ്ടപ്പെടുന്നു. കമന്റേറ്റർമാർ പോലും പറഞ്ഞത് ഈ അപ്പർ കട്ടിന് ശേഷം അടുത്ത പഞ്ച് ആവശ്യമില്ലായിരുന്നു എന്നാണ്. ശ്രദ്ധിക്കുക, ടൈസൺ ഒരിക്കലും അപ്പർ കട്ട് ഒറ്റയ്ക്ക് എറിഞ്ഞില്ല. എതിരാളിയെ കൃത്യമായ സ്ഥാനത്ത് എത്തിച്ചതിന് ശേഷമാണ്, അതായത് സെറ്റപ്പ് ചെയ്തതിന് ശേഷമാണ് നോക്കൗട്ട് പഞ്ച് നൽകിയത്. സെറ്റപ്പ് പഞ്ച് ഇല്ലാതെ ഒരു പവർ പഞ്ച് നൽകരുത്. എതിരാളിയുടെ ശ്രദ്ധ മാറ്റിയോ ദുർബലമായ ഒരു ജാബ് ഉപയോഗിച്ചോ കില്ലർ പഞ്ചിനുള്ള വഴി തുറക്കുക. ഇത് ഡിസ്റ്റൻസ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നാണ്. ബോക്സിങ്ങിൽ അകന്നു നിൽക്കുമ്പോൾ മാത്രമല്ല, വളരെ അടുത്ത് നിൽക്കുമ്പോഴും നോക്കൗട്ട് പഞ്ച് നൽകാൻ സാധിക്കണം. ടോണി ടബ്സിനെതിരെ ടൈസൺ തൻ്റെ റേഞ്ച് കണ്ടെത്തുന്നു. ടൈസൺ പ്രയോഗിച്ചത് ഒരു ഷോർട്ട് ആൻഡ് പവർഫുൾ ലെഫ്റ്റ് ഹുക്കാണ്. പഞ്ച് ദീർഘമായ ആർക്കിൽ അല്ല, മറിച്ച് ചെറിയ ചലനത്തിലൂടെയാണ്, ഷോർട്ട് ആർക്കിലാണ് വന്നത്. ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ നിന്നാണ് ഏറ്റവും വലിയ പവർ ടൈസൺ ഉണ്ടാക്കിയത്. നിങ്ങളുടെ പഞ്ചിൻ്റെ ശക്തി കൈകളിൽ നിന്നല്ല, മറിച്ച് ഇടുപ്പിൻ്റെ ചലനത്തിൽ നിന്നും, അതായത് ഹിപ്പ് റൊട്ടേഷനിൽ നിന്നും ഗ്രൗണ്ട് ഫോഴ്സിൽ നിന്നും വരണം. ഇൻസൈഡ് ഫൈറ്റിങ്ങിലെ കാര്യക്ഷമത പരിശീലിക്കുക. എതിരാളിക്ക് പരിക്കേറ്റെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ വിട്ടുവീഴ്ചയില്ല. അതാണ് ടൈസന്റെ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ്. തോമസ് വലിയ കുഴപ്പത്തിലായപ്പോൾ ടൈസൺ കില്ലിനായുള്ള നീക്കം നടത്തുന്നു. 2 അപ്പർ കട്ടുകളും ഒരു ഇടത് കൈപ്പഞ്ചും ചേർന്ന തുടർച്ചയായ കോമ്പിനേഷൻ. ഒരൊറ്റ പഞ്ച് കൊണ്ട് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനേക്കാൾ ലക്ഷ്യബോധമുള്ള കോമ്പിനേഷനുകൾ നൽകി എതിരാളിക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകാതിരിക്കുക. എതിരാളിക്ക് പരിക്കേറ്റെന്ന് മനസ്സിലാക്കുന്ന നിമിഷം അളന്നു മുറിച്ച കോമ്പിനേഷനുകൾ ഉപയോഗിച്ച് ആക്രമണം ശക്തമാക്കണം. പ്രതിരോധത്തിലേക്ക് മാറാൻ എതിരാളിക്ക് സമയം നൽകരുത്. എതിരാളിയുടെ പ്രതിരോധത്തെ ആശയക്കുഴപ്പത്തിലാക്കുക. ബെർബിക്കിനെതിരെ ടൈസൺ ബോഡി ഷോട്ടിൽ തുടങ്ങി തലയിലേക്കുള്ള പഞ്ച് നൽകി. ശരീരത്തിലേക്കുള്ള അപ്പർ കട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ബെർബിക്കിന് പിന്നീട് തലയിലേക്കുള്ള പഞ്ചിനെ പ്രതിരോധിക്കാനായില്ല. ശരീരത്തിലേക്കുള്ള ആക്രമണം എതിരാളിയുടെ സ്റ്റാമിന കുറയ്ക്കുക മാത്രമല്ല, സ്വാഭാവികമായും അവരുടെ കൈകൾ താഴാൻ കാരണമാവുകയും ചെയ്യും. ഇത് തലയിലേക്ക് നോക്കൗട്ട് പഞ്ച് നൽകുന്നതിനുള്ള വാതിൽ തുറക്കുന്ന ഒരു ഘടകമാണ്. ഇത് ടൈസൺ ഫ്രാങ്ക് ബ്രൂണോ പോരാട്ടത്തിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു നോക്കൗട്ട് രംഗമാണ്. ബെല്ല് മുഴങ്ങി. മൈക്ക് ടൈസൺ ഇവിടെ കാണിക്കുന്നത് തുടക്കം മുതൽ തന്നെ എതിരാളിക്ക് പിടിച്ചു നിൽക്കാൻ അവസരം നൽകാതെയുള്ള അതിശക്തമായ സമ്മർദ്ദമാണ്. ടൈസന്റെ തന്ത്രം ശ്രദ്ധിക്കുക. അദ്ദേഹം തുടർച്ചയായി ബ്രൂണോയുടെ ശരീരത്തിലേക്കാണ് പഞ്ചുകൾ നൽകുന്നത്. ഈ ബോഡി വർക്ക് ഒരു നിക്ഷേപം പോലെയാണ് പ്രവർത്തിക്കുന്നത്. തുടക്കം മുതൽ തന്നെ എതിരാളിയുടെ സ്റ്റാമിനയെയും പോരാട്ട വീര്യത്തെയും ഇത് തകർക്കാൻ തുടങ്ങുന്നു. ബ്രൂണോ ക്ഷീണിതനാകുന്നത് ദൃശ്യമാണ്. ഇതാണ് ആ നിമിഷം. തുടർച്ചയായ ബോഡി ഷോട്ടുകൾക്ക് ശേഷം ടൈസൺ നൽകിയ ഒരു ഹിറ്റ് ലെഫ്റ്റ് അപ്പ് അഥവാ വേഗതയേറിയ ഇടത് അപ്പർ കട്ട്. ഒരൊറ്റ പഞ്ച് ബ്രൂണോയുടെ തല പിന്നോട്ട് ആക്കുകയും ആദ്യ റൗണ്ടിൽ തന്നെ അദ്ദേഹം റിങ്ങിൽ വീഴുകയും നോക്കൗട്ടിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. ഒരു ശക്തനായ എതിരാളിക്കെതിരെ റൗണ്ട് 1 തന്നെ നോക്കൗട്ട് നേടുന്നത് ടൈസൺ തുടക്കം മുതൽ നൽകിയ ഈ അതിശക്തമായ സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ബോക്സിംഗ് എന്നത് 12 റൗണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും മികച്ച ആക്രമണം റൗണ്ട് 1 തന്നെ പുറത്തെടുക്കുക. തുടർച്ചയായ ബോഡി വർക്ക് എതിരാളിയുടെ ഇച്ഛാശക്തിയെയും സ്റ്റാമിനയെയും തുടക്കത്തിൽ തന്നെ തകർക്കാൻ സഹായിക്കും. അതുകൊണ്ട് ആദ്യ റൗണ്ടുകൾ ഒരു നിക്ഷേപമായിട്ട് തന്നെ കാണുക. ടൈസൺ ബ്രൂണോ പോരാട്ടങ്ങളിലെ രണ്ടാം നോക്കൗട്ട് നിമിഷം നമുക്ക് പരിശോധിക്കാം. ഇവിടെ ടൈമിങ്ങിൻ്റെയും കൃത്യതയുടെയും പ്രാധാന്യമാണ് ടൈസൺ തെളിയിക്കുന്നത്. ടൈസൺ വീണ്ടും ബ്രൂണോയെ ആക്രമിക്കാൻ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കിൽ സെൻസ് ഇവിടെ വ്യക്തമായിട്ട് കാണും. എതിരാളിയെ വീഴ്ത്താൻ വേണ്ട അവസരം ടൈസൺ തേടുകയാണ്. ഈ രംഗം ശ്രദ്ധിക്കുക. ബ്രൂണോ ഒന്നുകിൽ പിന്നോട്ട് വലിയുകയോ അല്ലെങ്കിൽ കയറിന് മുകളിലൂടെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു ചലനത്തിലാണ്. എതിരാളി ഓഫ് ബാലൻസായി നിൽക്കുന്ന വളരെ നിർണായകമായ നിമിഷം. ഇവിടെയാണ് ടൈസൻ്റെ കൃത്യതയുടെ മാജിക്. അദ്ദേഹം ശക്തമായ ഒരു ലെഫ്റ്റ് ഹുക്ക് നൽകുന്നു. ബ്രൂണോ ചലിക്കുന്ന ആ നിമിഷത്തിൽ കൃത്യമായ പ്ലേസ്മെൻറ്റിൽ നൽകിയ ഈ പഞ്ച് അദ്ദേഹത്തെ റിങ്ങിൻ്റെ കയറിലേക്ക് വീഴ്ത്തുകയും തുടർന്ന് താഴെ പോവുകയും ചെയ്യുന്നു. ഈ നോക്കൗട്ട് നിമിഷത്തിൽ കമൻറ്റേറ്റർ പോലും കാണികൾക്കിടയിലെ ചെറിയ കൂവലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ടൈസൻ്റെ ഈ ആക്രമണത്തിൻ്റെ തീവ്രത അത്ര വലുതായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം ഇതാണ്: ബോക്സിങ്ങിൽ പവറിനേക്കാൾ ടൈമിങ്ങിനും പ്ലേസ്മെൻറ്റിനും ആണ് പ്രാധാന്യം. എതിരാളി ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫ് ബാലൻസിൽ ആയിരിക്കുമ്പോഴോ നൽകുന്ന പഞ്ചിന് സ്ഥിരമായി നിൽക്കുന്ന എതിരാളിയെ ഇടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഘാതം ഉണ്ടാക്കാൻ സാധിക്കും. ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുക, കൃത്യമായ സ്ഥലത്ത് പഞ്ച് നൽകുക. ഇതാണ് ടൈസൺ ഇവിടെ വിജയകരമായി നടപ്പിലാക്കിയത്. മൈക്ക് ടൈസൺ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ഒരുപക്ഷെ ആ നിമിഷാർത്ഥത്തിലെ നോക്കൗട്ട് പവറാകാം. എന്നാൽ 1985 നവംബർ 13 നടന്ന ഒരു ഫൈറ്റ് ടൈസൻ്റെ കരിയറിലെ ഏറ്റവും ശക്തമായ സന്ദേശമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കോച്ച് കസ് ഡി അമാറ്റയുടെ വിയോഗത്തിന് ശേഷം ടൈസൺ റിങ്ങിൽ കയറുന്ന ആദ്യ മത്സരം, എതിരാളി എഡ്ഡി റിച്ചാർഡ്സൺ. ഈ ഫൈറ്റ് വെറും 1 മിനിറ്റും 17 സെക്കൻഡും മാത്രമാണ് നീണ്ടുനിന്നത്. കാരണം ടൈസൺ ഉപയോഗിച്ച തന്ത്രം ലളിതമായിരുന്നു: ആദ്യം തന്നെ തകർക്കുക. റിച്ചാർഡ്സൺ 6 അടി 6 ഇഞ്ച് ഉയരമുള്ള ഒരു നീളക്കാരനായിരുന്നു. എന്നാൽ ടൈസൺ റിങ്ങിലെത്തിയ ഉടൻ കാത്തുനിന്നില്ല. പോരാട്ടം തുടങ്ങി 8 സെക്കൻഡ് മാത്രം ടൈസൺ ആ കൗണ്ടർ റൈറ്റ് ക്രോസ് ബാങ്, റിച്ചാർഡ്സൺ നിലം പതിച്ചു. ഇതാണ് മാനസികമായ ആഘാതം. എതിരാളിക്ക് റിക്കവർ ചെയ്യാൻ ടൈസൺ ഒരവസരവും നൽകിയില്ല. തുടർന്ന് റിച്ചാർഡ്സൻ്റെ പിന്നാലെ പോയി ശക്തിയേറിയ പഞ്ചുകൾ മാത്രം ലക്ഷ്യമിട്ടു. ഒടുവിൽ 1 മിനിറ്റ് 5 സെക്കൻഡിൽ ടൈസൻ്റെ ശക്തമായ ലെഫ്റ്റ് ഹുക്ക് റിച്ചാർഡ്സനെ മലർത്തിയിട്ടു. അദ്ദേഹം തിരിച്ചു വരാൻ ശ്രമിച്ചില്ല. നോക്കൗട്ട്. 1 മിനിറ്റ് 17 സെക്കൻഡിൽ ടൈസൺ വിജയിച്ചു. ഈ ഫൈറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? അറ്റാക്ക് ഫ്രം ദ സ്റ്റാർട്ട്. ബോക്സിങ്ങിനെ 12 റൗണ്ട് ആയി മാത്രം കാണരുത്. ടൈസനെ പോലെ ഒരു പവർ പഞ്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ആദ്യ റൗണ്ട് നിങ്ങളുടെ ഏറ്റവും മികച്ച നിക്ഷേപമായിരിക്കണം. ആദ്യത്തെ ശക്തമായ പ്രഹരം എതിരാളിയുടെ പോരാടാനുള്ള ഇച്ഛാശക്തിയാണ് തകർക്കുന്നത്. കായികമായി ക്ഷീണിക്കുന്നതിന് മുമ്പേ മാനസികമായി അവരെ തളർത്തുക. ഉയരം കൂടിയ എതിരാളിയെ അവരുടെ റീച്ച് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. അകത്തേക്ക് കയറി അവർ പ്രതിരോധിക്കാൻ പോലും സമയം കൊടുക്കാതെ ആക്രമിക്കുക. ടൈസൺ ഇവിടെ ചെയ്തത് ഒരു ബോക്സിംഗ് മാച്ച് മാത്രമല്ല, ഒരു മാനസിക യുദ്ധമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ദ ബാഡസ്റ്റ് മാൻ ഓൺ ദ പ്ലാനറ്റും ആയത്. ടൈസൺ ബ്രൂണോ പോരാട്ടങ്ങളിലെ രണ്ടാം നോക്കൗട്ട് നിമിഷം നമുക്ക് പരിശോധിക്കാം. ഇവിടെ ടൈമിങ്ങിൻ്റെയും കൃത്യതയുടെയും പ്രാധാന്യമാണ് ടൈസൺ തെളിയിക്കുന്നത്. ടൈസൺ വീണ്ടും ബ്രൂണോയെ ആക്രമിക്കാൻ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കിൽ സെൻസ് ഇവിടെ വ്യക്തമായിട്ട് കാണും. എതിരാളിയെ വീഴ്ത്താൻ വേണ്ട അവസരം ടൈസൺ തേടുകയാണ്. ഈ രംഗം ശ്രദ്ധിക്കുക. ബ്രൂണോ ഒന്നുകിൽ പിന്നോട്ട് വലിയുകയോ അല്ലെങ്കിൽ കയറിന് മുകളിലൂടെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു ചലനത്തിലാണ്. എതിരാളി ഓഫ് ബാലൻസായി നിൽക്കുന്ന വളരെ നിർണായകമായ നിമിഷം. ഇവിടെയാണ് ടൈസൻ്റെ കൃത്യതയുടെ മാജിക്. അദ്ദേഹം ശക്തമായ ഒരു ലെഫ്റ്റ് ഹുക്ക് നൽകുന്നു. ബ്രൂണോ ചലിക്കുന്ന ആ നിമിഷത്തിൽ കൃത്യമായ പ്ലേസ്മെൻറ്റിൽ നൽകിയ ഈ പഞ്ച് അദ്ദേഹത്തെ റിങ്ങിൻ്റെ കയറിലേക്ക് വീഴ്ത്തുകയും തുടർന്ന് താഴെ പോവുകയും ചെയ്യുന്നു. ഈ നോക്കൗട്ട് നിമിഷത്തിൽ കമൻറ്റേറ്റർ പോലും കാണികൾക്കിടയിലെ ചെറിയ കൂവലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ടൈസൻ്റെ ഈ ആക്രമണത്തിൻ്റെ തീവ്രത അത്ര വലുതായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം ഇതാണ്: ബോക്സിങ്ങിൽ പവറിനേക്കാൾ ടൈമിങ്ങിനും പ്ലേസ്മെൻറ്റിനും ആണ് പ്രാധാന്യം. എതിരാളി ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫ് ബാലൻസിൽ ആയിരിക്കുമ്പോഴോ നൽകുന്ന പഞ്ചിന് സ്ഥിരമായി നിൽക്കുന്ന എതിരാളിയെ ഇടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഘാതം ഉണ്ടാക്കാൻ സാധിക്കും. ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുക, കൃത്യമായ സ്ഥലത്ത് പഞ്ച് നൽകുക. ഇതാണ് ടൈസൺ ഇവിടെ വിജയകരമായി നടപ്പിലാക്കിയത്.
നമ്മൾ കണ്ട ഈ 7 നോക്കൗട്ടുകളും തെളിയിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. പ്രൊഫഷണൽ ബോക്സിംഗ് എന്നത് പവറിൻ്റെ മാത്രമല്ല, കൃത്യമായ തന്ത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും കളിയാണ്. പ്രൊഫഷണൽ ബോക്സിംഗ് എന്ന ഈ മനോഹരമായ കായിക കലയെ അടുത്തറിയാനും ലോകോത്തര താരങ്ങളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ പ്രതിഭകളെ ഈ മേഖലയിലേക്ക് എത്തിക്കാനുമാണ് ഞാൻ രാകേഷ് വിദ്യാധരൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. പ്രൊഫഷണൽ ബോക്സിങ്ങിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടൈസൺ നോക്കൗട്ട് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത പ്രൊഫഷണൽ ബോക്സിംഗ് പാഠവുമായി ഞാൻ വീണ്ടും വരാം. ഐ ആം രാകേഷ് വിദ്യാധരൻ. സീ യു ഓൺ ദ റിംഗ്.